രേഖേ, ഇത് ഞാനാ വിനോദ്. വിനോട്ട വേഗം വരണം. ഇവിടെ എന്നെ ഒരാൾ കൊല്ല. വിനോട്ട വേഗം വരണം. രേഖേ, ഞാൻ ഇപ്പൊ വരാം, ഉടനെ എത്താം. എന്താ ഇത്? കരയാതിരിക്കെ. വാ. ഏയ്, ഒന്നുമില്ലെന്നേ, നീ സമാധാനമായിട്ട് കിടന്നോളൂ, ഞാൻ എല്ലാം നോക്കിക്കോളാം. നീ എന്തായി നോക്കുന്നത്? നല്ല തലവേദന, മരുന്നുണ്ടോന്ന്. ഇതാ, പോയി കിടന്നോളൂ. നീ പോലീസിൽ അറിയിച്ചോ? ഇല്ല, വിനോട്ടം വന്നിട്ട് ഞാൻ അറിയിച്ചോളാം. വിട മാറ്റാനേ. ஹலோ, ஹெட் கான்ஸ்டபிள் தீரராகவும் பேசுறேன். மாடரா? வெரி குட் வெரி குட் வெரி குட். கொலையா? கடவுளே, கொலை கொலை! ஐயோ, எங்க கொலை? யார் கொலை? எப்ப கொலை? கொலை கொலை! வர்றேன் வர்றேன் சார். கொலை சார் 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 கொலை கொலை சார். எங்க சார்? கொலை எங்க? இங்க இல்ல சார். இங்க இங்க இல்ல, அங்க போன்ல போன்ல. ஹலோ, நீங்க யாரு? இப்ப எங்க இருந்து பேசுறீங்க? ஆமா, இதோ வரேன். ஜேம்ஸ் சார், ஜீப் ரெடியா? ரெடி சார். தீரன், புறப்படு. சார், நான் வரணுமான்னு கேட்டேன். இந்த ஜெயிம்ஸ் ராஜன் வந்தா போதுமே. ஏன்? மாடு ஆச்சே.
என்ன பயமா? அப்படி ஒண்ணும் இல்ல, தைரியம் இல்லை. சீக்கிரம் வாயா. வீரம் தானே, வாங்க. என்ன ஆக போகுதோ. നിങ്ങളെ കൊല്ലാൻ വന്നു എന്ന് പറയുന്ന ഈ റോബർട്ടിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായി കാണാണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും. ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല വിനോട്ട. എന്താ സാർ ഇത്? ആകെ ഭയന്നിരിക്കുമ്പോ ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ച് അവളെ വേദനിപ്പിക്കുന്നത്. റോബർട്ടിനെ അവൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ വിനോദ് മേനോൻ, നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർക്കാനാണ്. ഇറ്റ് ക്യാൻ ബി ഇൻ യുവർ ഫേവർ ഓൾസോ. ബൈ ദ ബൈ, അവൻ ഏത് വഴിയായിരിക്കും ഇതിനകത്ത് കടന്നിട്ടുള്ളത്? ലോണിലൂടെ വന്ന് ഈ ഗാർഡൻ ഡോർ വഴിയായിരിക്കും അവനകത്ത് കടന്നിട്ടുള്ളത്. നോ, യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ മേനോൻ. റോബർട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ്. കാരണം അയാൾ ഇട്ടിരുന്ന കാൻവസ് ഷൂവിൽ ഇവിടുത്തെ ഈ പുതിയ കാർപ്പറ്റിന്റെ ഫൈബർ ഒട്ടിയിരുന്നു. അകത്ത് വരുന്നതിന് മുമ്പ് അയാൾ അയാളുടെ ഷൂ ഈ കാർപ്പറ്റിൽ തുടച്ചിരിക്കണം. എന്നാൽ പൂട്ടിയിട്ടിരുന്ന ഈ കതക ഒരു പ്രയാസവും കൂടാതെ തുറന്ന് അവൻ എങ്ങനെ ഇതിനകത്ത് കയറി? എനി ഐഡിയ? ഇന്നലെ ഞാനും അജിത്തും പാർട്ടിക്ക് പോയ ശേഷം എന്തെങ്കിലും ആവശ്യത്തിന് നീ കഥ തുറന്നോ? ഇല്ല. അന്ന് എന്റെ ഹാൻഡ് ബാഗ് കാണാതായ ശേഷം കീ അതിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഹാൻഡ് ബാഗ് എവിടെ വെച്ചാണ് കാണാതായത്? സർ, കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ഹനീഫാസിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ രേഖയുടെ ഹാൻഡ് ബാഗ് അവിടെ മറന്നു വെച്ചു. പക്ഷെ അടുത്ത ദിവസം തന്നെ കിട്ടുകയും ചെയ്തു. ഐ സി. ഹാൻഡ് ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നു? ഇല്ല സാർ, എല്ലാം ഉണ്ടായിരുന്നു. ക്യാഷ്, ചെക്ക് ബുക്ക്, ക്രെഡിറ്റ് കാർഡ്സ്, എനി ലെറ്റേഴ്സ്? നന്നായി ഓർമ്മിച്ചു പറയൂ. ഇല്ല സാർ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് മിസ്റ്റർ അജിത്ത്, രേഖയുടെ ആന്റിയുടെ മാന. ലഫ്റ്റനന്റ് അജിത് കുമാർ. സാറിന് എങ്ങനെ അറിയാം? ഞാൻ പോലീസുകാരനാ. വെൽ, അജിത്തും വിനോദും തമ്മിൽ എത്ര കാലത്തെ പരിചയമുണ്ട്? ഞങ്ങൾ ഈ അടുത്ത പരിചയപ്പെട്ട്. അജിത്തും രേഖയും കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാ. നോ നോ നോ, നിങ്ങളോടല്ല ചോദിച്ചത്. അമ്മാവന്റെ മരണശേഷം ഞങ്ങൾ പരിചയപ്പെട്ട്. ഇന്നലെ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ന്യൂ ഇയർ പാർട്ടിക്ക് പോയത്. എത്ര മണിവരെ വിനോദ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? അപ് ടു 11:52. ഹൗ കാൻ യു റിമെമ്പർ ദി ഷാർപ്പ് ടൈം സോ എക്സാക്ട്ലി? വിനോദിന്റെ വാച്ച് നിന്ന് പോയപ്പോ എന്നോട് സമയം ചോദിച്ചിട്ടാ ഫോൺ ചെയ്യാൻ പോയത്. അപ്പോൾ മിസ്സിസ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിവരം അറിയാൻ കഴിഞ്ഞത് അല്ലേ? ഓഡിറ്റർക്ക് ഫോൺ ചെയ്യാൻ പോകുന്നല്ലേ വിനോദ് എന്നോട് പറഞ്ഞത്.
അത് എന്റെ പോക്കറ്റ് ഡയറി മറന്ന കാര്യം ടെലിഫോൺ ബൂത്തിൽ ചെന്നപ്പോഴാണ് ഓർത്ത് രേഖയുടെ നമ്പർ ചോദിക്കാന്ന് കരുതി. എന്നിട്ട് ഓഡിറ്റർക്ക് ഫോൺ ചെയ്തോ? ഇല്ല, അതിനു മുമ്പ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാ. ഓക്കെ മിസ്റ്റർ അജിത്, നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ ഇതിലൊന്ന് നോട്ട് ചെയ്താൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാമല്ലോ. ഷുവർ. എന്നാ ധീരരാഗൻ, വണ്ടി റെഡിയാച്ചാ? കൊഞ്ചം കൂടെ വർക്ക് ഇരിക്കും സാർ. ടൂൾസ് ഒന്നുമില്ലേ? ഞാൻ പോയി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരട്ടുമാ? Can you do me a favor, Mr. Vinod? യെസ്, നിങ്ങളുടെ വണ്ടിയുടെ ടൂൾസും തന്നാൽ. ഓഫ് കോഴ്സ്. വെൽ മിസ്സസ് രേഖ, നിങ്ങൾ തമ്മിൽ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? എന്താണ് സാർ? അല്ല, ഈ അടുപ്പം. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ലെറ്റർ കാണാതായില്ലേ? ഇല്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ അഫയർ നിങ്ങളുടെ ഭർത്താവിന് അറിയാമോ? അതിന് ഞങ്ങൾ തമ്മിൽ അത്രത്തിൽ അടുപ്പമില്ലല്ലോ. മിസ്റ്റർ അജിത് കുമാർ, ഒരു എവിഡൻസും ഇല്ലാതെ ഞങ്ങൾ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. നിങ്ങൾ മിസ്സിസ് രേഖയ്ക്ക് അയച്ച കത്ത് കൊല്ലപ്പെട്ട റോബർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി. പിന്നെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ആ കത്തിന്റെ കാര്യം പിന്നീട്ടിനെ അറിഞ്ഞൂടാ. അപ്പോൾ മരിച്ച റോബർട്ട് ആ കത്ത് കാണിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? സാറ് പറഞ്ഞ പോലെ രേഖയോട് പണം ആവശ്യപ്പെട്ട് കത്ത് വന്നത് ശരിയാ, പക്ഷെ അത് റോബർട്ട് അയച്ചാണോ എന്നറിയില്ല. നിങ്ങൾക്ക് രേഖയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത് കൂടുതൽ വഷളാക്കരുത്. എന്റെ ചോദ്യങ്ങൾ രേഖയ്ക്ക് മറുപടി പറയാനുള്ളതാണ്. നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയുക. നിങ്ങൾ പറയുന്ന ഓരോ വാചകവും കോടതിയിൽ നിങ്ങൾക്കെതിരായി നിൽക്കാം. എത്ര പ്രാവശ്യം റോബർട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല സാർ, ഞാൻ റോബർട്ടിനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. എങ്കിൽ അയാൾ എങ്ങനെ ഡോർ തുറന്നകത്ത് കിടന്നു? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഫ്രണ്ട് ഡോറിന് 2 കീയാണുള്ളത്. ഒന്ന് എന്റെ സോറി, കയ്യിൽ. ഇതാ സാർ, ഒന്ന് എന്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും കഥ തുറന്നു കൊടുക്കാതെ റോബർട്ടിന് ഇതിനകത്ത് കയറാൻ കഴിയില്ല. അതും ഒരു ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം. ദാറ്റ്സ് എ വെരി ഫൂളിഷ് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പെക്ടർ. രേഖയെ കൊല്ലാമെന്ന ഒരുവന് അവൾ തന്നെ കഥ തുറന്നു കൊടുക്കൂ. ആ മനുഷ്യൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഇത് കണ്ടോ സാർ, രേഖയുടെ കഴുത്തിൽ സ്കാർഫ് കൊണ്ട് മുറുക്കിയ പാട്. ഇത്തരം പാടുകൾ സ്വയം ഉണ്ടാക്കിയതായിക്കൂടുന്നുണ്ടോ? ഇൻസ്പെക്ടർ, നിങ്ങളാ ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇതേക്കുറിച്ച് നിങ്ങൾ രേഖയോടൊന്നും ചോദിക്കണമെന്നില്ല. ഞാൻ എന്റെ അഡ്വക്കേറ്റിന് ഫോൺ ചെയ്യാൻ പോവാ. കൂൾ ഡൗൺ മിസ്റ്റർ വിനോദ് മേനോൻ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം. വേണ്ട, ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. അജിത്തിനെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? കുട്ടിക്കാലം മുതലേ. എങ്ങനെ? എന്റെ അമ്മായിയുടെ മകനാ. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നോ? ആയിരുന്നു അല്ലേ? അതെ. അജിത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം? അത് അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ ഇഷ്ടമില്ലെന്ന് കരുതി നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് എന്തിനാ സമ്മതിച്ചത്? അച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിനോദനെ വിവാഹം കഴിക്കുകയും ഇഷ്ടകാമകനുമൊത്ത് രഹസ്യബന്ധം തുടരുകയും ചെയ്യാം എന്ന് നിങ്ങൾ കരുതി അല്ലേ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. പ്രോസിക്യൂഷൻ എന്റെ കക്ഷിയെ ഈ കേസുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. Mr. Advocate, you have gone wrong. I have clear evidence to establish that she has committed the crime. Your Honor, കൊല്ലപ്പെട്ട റോബർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കത്ത് മിസ്റ്റർ അജിത് രേഖയ്ക്ക് എഴുതിയതാണ്. എക്സിബിറ്റ് നമ്പർ 1. ഈ കേസിലെ പ്രധാന തെളിവായ ഈ കത്ത് ബഹുമാനപ്പെട്ട കോടതി വായിച്ചു നോക്കണം. Proceed. Thank you, Your Honor. മിസ്സസ് രേഖ, വിവാഹത്തിന് ശേഷവും നിങ്ങൾ അജിത്തുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ?
വിവാഹത്തിന് ശേഷം അജിത്തിന് എന്റെ സഹോദരനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെന്തുകൊണ്ട് ഹാൻഡ് ബാഗിൽ നിന്ന് കാണാതായ കത്തിനെ കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞില്ല? ആ കത്തിനെ കുറിച്ച് വിനുവേട്ടനൊന്നും അറിയില്ലായിരുന്നു. അറിയരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലേ?